നാലാൾ കൂടുന്നിടത്തൊക്കെ ഇപ്പം ചർച്ചാ വിഷയം തൃശ്ശൂർ പൂരമാണ്. പൂരം കഴിഞ്ഞ മേടമാസത്തിൽ കഴിഞ്ഞു പോയതാണ്. പക്ഷേ ഇപ്പോഴും അത് ചർച്ചകളിൽ സജീവമായി നിലനിൽക്കും. പാറമേക്കാവുകാരും തിരുവമ്പാടിക്കാരും, അല്ലെങ്കിൽ ഘടകപൂരങ്ങൾ എന്ന് പറയുന്ന ലാലൂർ പൂരം, അല്ലെങ്കിൽ നെയ്തലക്കാവ് പൂരം, പനംകുറ്റിച്ചിറ പൂരം, ഇങ്ങനെയുള്ളവരൊന്നും അല്ല ഇപ്പോൾ ചർച്ച. ഇത് ചർച്ച ചെയ്യുന്നത് മലയാളി അവിടെ ഉണ്ടോ അവിടെയൊക്കെ പൂരം ചർച്ചാ വിഷയമാണ്. ഇത്രയധികം ചർച്ച ചെയ്യപ്പെട്ടൊരു പൂരം തൃശ്ശൂരിൻ്റെ ചരിത്രത്തിലോ പൂരത്തിൻ്റെ ചരിത്രത്തിലോ ഉണ്ടായിട്ടില്ല. ശക്തൻ തമ്പുരാൻ പൂരം തുടങ്ങിയത് മുതൽക്ക് ഇന്ന് വരെ ഇത്ര ഗംഭീരമായ അലങ്കോലപ്പെട്ട ഒരു പൂരവും ഉണ്ടായിട്ടില്ല. അവിടെ അങ്കിത് അശോകൻ എന്ന് പറഞ്ഞ ഒരു കമ്മീഷണറാണ് ഈ പൂരം അലങ്കോലമാക്കിയത്. ഞാൻ നേരിട്ട് കണ്ടതാണ്, അനുഭവിച്ചതാണ്. ഇനി അങ്കിത് അശോകൻ്റെ പുറകിൽ സാമ്രാജ്യത്വ ശക്തികളുണ്ടായിരുന്നു, അല്ലെങ്കിൽ ഹിന്ദു വിരുദ്ധരുണ്ടായിരുന്നു, ആ ഉത്സവാഘോഷങ്ങൾ നിന്ന് കാണണം എന്ന് താല്പര്യമുള്ള ആളുകളുണ്ടായിരുന്നു, നമുക്കറിയില്ല. ഹിന്ദുത്വവാദികൾ ഇദ്ദേഹത്തെ ഉത്തേജിപ്പിച്ചാണോ അതും അറിയില്ല. പൂരം ഒരു ബൂർഷ ഉത്സവമായതുകൊണ്ട് ഇനി വേണ്ട എന്ന് വിചാരിച്ച് മാർക്സിസ്റ്റുകാർ ചെയ്താണോ അതും അറിയില്ല. അപ്പോൾ ഇങ്ങനൊരു സവിശേഷമായ സാഹചര്യത്തിൽ കൂടി കടന്നു പോകുമ്പോഴാണ് ഈ സമീപകാലത്തുള്ള വിവാദങ്ങൾ ഉണ്ടാകും. ADGP അജിത് കുമാറുമായി ബന്ധപ്പെട്ട് ആദ്യം PV അൻവറും പിന്നീട് VD സതീശനും ഉന്നയിച്ച ആരോപണങ്ങൾ, അതിലൊക്കെ പൂരം ഒരു പ്രധാന ഘടകമായിട്ട് വന്നു. ADGP അജിത് കുമാറിന് RSS നേതാക്കളുമായിട്ടുള്ള ബന്ധം, പൂരം കലക്കി കഴിഞ്ഞാൽ സുരേഷ് ഗോപിയുടെ വിജയസാധ്യത വർദ്ധിക്കും എന്നുള്ള സാഹചര്യം. അപ്പോൾ ഇങ്ങനെയുള്ള പല ഘടകങ്ങൾ മുൻനിർത്തിയിട്ട് ഇദ്ദേഹമാണ് ഈ ADGP ആണ് പൂരം കലക്കുന്നതിന് ഉത്തരവിട്ടത് എന്നും അയാളുടെ ഒരു കോടാലിക്കായി മാത്രമാണ് ഈ അങ്കിത് അശോകൻ എന്നൊക്കെയാണ് ഇവർ പ്രചരിപ്പിക്കുന്നത്. നമുക്കറിയില്ല എൻ്റെ സത്യാവസ്ഥ. അപ്പോൾ ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ ഞാനിവിടെ പറയാൻ വന്നത് ഈ കലങ്ങിപ്പോയ പൂരത്തെക്കുറിച്ചല്ല. പൂരം കലക്കിയത് എല്ലാവർക്കും അറിയാം. പൂരം അലങ്കോലമായി എന്നുള്ള സത്യമാണ്. പൂരം അലങ്കോലമാകുന്ന സമയത്ത് ഏറ്റവും കുറഞ്ഞ 2 മന്ത്രിമാരെങ്കിലും തൃശ്ശൂരുണ്ടായിരുന്നു, പൂരപ്പറമ്പിലുണ്ടായിരുന്നു. മാർക്സിസ്റ്റ് പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി ഉണ്ടായിരുന്നു, CPIയുടെ ജില്ലാ സെക്രട്ടറി ഉണ്ടായിരുന്നു, കോൺഗ്രസ് സ്ഥാനാർത്ഥി K മുരളീധരൻ ഉണ്ടായിരുന്നു. അദ്ദേഹം ആ സമയത്ത് ഒരു പാർലമെൻറ്റ് മെമ്പറാണ്. തൃശ്ശൂർ MLA ബാലേന്ദ്രൻ ഉണ്ടായിരുന്നു. മുൻ MLAയും തൃശ്ശൂർ LDF സ്ഥാനാർത്ഥിയുമായ VS സുനിൽകുമാർ ഉണ്ടായിരുന്നു. മറ്റ് പല പ്രമുഖന്മാരുണ്ടായിരുന്നു. പക്ഷേ ഇവർക്ക് ആർക്കും ഈ പൂരത്തെ തിരിച്ചു കൊണ്ടുവരാൻ കഴിഞ്ഞില്ല. അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പരാജയം. പൂരം അലങ്കോലമാകുന്ന ഘട്ടത്തിൽ ഇടപെടുകയും പോലീസിനെ നിയന്ത്രിക്കാൻ ഇവർക്ക് ആർക്കും കഴിയാതെ ഉപയോഗിച്ചു. ഇതാണ് സത്യത്തിൽ പൂരത്തെ അലങ്കോലമാക്കിയത്. യഥാർത്ഥത്തിൽ പോലീസുകാരൻ്റെ അധികാരവും ധാർഷ്ട്യവും മാത്രമല്ല, ഈ ഭരണാധികാരികളുടെ ഭാഗത്ത് അല്ലെങ്കിൽ രാഷ്ട്രീയ നേതൃത്വത്തിൻ്റെ ഭാഗത്തുണ്ടായ വമ്പിച്ച പിടിപ്പുകേടാണ് പൂരത്തെ ഒരു വഴിക്കാക്കിയത് എന്നുള്ളതാണ് സത്യം. ഇപ്പോൾ ഇത് പറയുമ്പോൾ മറിച്ചുള്ളൊരു മാതൃകയാണ് ഞാനിവിടെ ചർച്ച ചെയ്യുന്നത്. ഇപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ എല്ലാവർക്കും അറിയാം, ഞാൻ തന്നെ പലതവണ പറഞ്ഞാണ്. പക്ഷേ ഞാൻ പറയാൻ പോകുന്നത് എനിക്ക് നേരിട്ട് അറിവുള്ളതും ഞാൻ അനുഭവിച്ചതും കഴിഞ്ഞു പോയതുമായ ഒരു കാര്യമാണ്. എങ്ങനെയാണ് ഒരു ജനപ്രതിനിധി ഇതുപോലൊരു വിഷയത്തിൽ ഇടപെടേണ്ടത്, എങ്ങനെ ആയിരിക്കണം, എന്തുകൊണ്ടായിരിക്കണം ഇടപെടേണ്ടത് എന്ന് മനസ്സിലാക്കി തരുന്നൊരു ഉദാഹരണമാണ്. ശ്രീ തേറമ്പിൽ രാമകൃഷ്ണനെക്കുറിച്ച് നിങ്ങൾ പലരും ഓർമ്മിക്കുന്നുണ്ടാവും. അത് രാഷ്ട്രീയത്തിൽ ഇപ്പോൾ പഴയ പോലെ സജീവമല്ല. തൃശ്ശൂർ കൊള്ളാവുന്നൊരു വക്കീലായിരുന്നു. അദ്ദേഹത്തിൻ്റെ വക്കീൽ ഓഫീസ് അയ്യന്തോൾ കോടതിയുടെ ഏതാണ്ട് എതിർഭാഗത്തായിട്ടാണ്. താമസവും അവിടെ തന്നെയാണ്. വളരെ കാലമായിട്ട് MLA ആയിരുന്നു. ആദ്യം NDP ആയിട്ട് ജയിക്കും, പിന്നീട് കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ച് ജയിക്കും. 2 തവണ കേരള നിയമസഭയുടെ സ്പീക്കറായിരുന്നു. ദീർഘകാലം തൃശ്ശൂർ MLA ആയിരുന്നു. അങ്ങനെയുള്ളതായി തേറമ്പിൽ രാമകൃഷ്ണൻ എങ്ങനെയാണ് 2006 ആണ്ടിലെ പൂരത്തെ സേവ് ചെയ്ത് പൂരം അലങ്കോലമാകാതെ നടത്തിക്കൊണ്ടുപോകാൻ കഴിഞ്ഞത് എന്നാണ് നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത്. 2006 പൂരത്തിന് തൊട്ട് മുമ്പ് ഇതിൽ പാറമേക്കാവിൻ്റെ ആണെന്ന് എനിക്ക് തോന്നുന്നു, അവരുടെ വെടിമരുന്ന് ഇറക്കി തീ പിടിച്ചു. പാടൂർ എന്ന സ്ഥലത്തായിരുന്നു ഈ വെടിമരുന്ന് ശാല. ഒറ്റപ്പോട്ടിന് 7 മനുഷ്യ വ്യക്തികൾ ആവിയായിപ്പോയി. അവരിന്ന സ്ഥലം കുളവായി. അത്ര വലിയ സ്ഫോടനമായിരുന്നു. അത് വലിയ വിവാദമായി. ആ കൊല്ലം തൃശ്ശൂർ പൂരത്തിന് വെടിക്കെട്ട് വേണ്ട എന്ന് തീരുമാനിച്ചു. പാറമേക്കാവും പൊട്ടിച്ചില്ല. പൊട്ടിക്കണമെന്ന് വെച്ചാൽ നിവൃത്തിയില്ല, കാരണം പൊട്ടിപ്പോയി. തിരുവമ്പാടിയും പൊട്ടിച്ചില്ല. വെടിക്കെട്ടില്ലാതെ പൂരം നടത്താൻ തീരുമാനിച്ചു. അതിലും കുഴപ്പമൊന്നുമില്ല. പക്ഷേ എന്ത് സംഭവിച്ചു എന്ന് വെച്ചാൽ, ഈ പൂരത്തിൻ്റെ തലേ രാത്രി, നാളെ പുലർച്ചെ പൂരമാണെങ്കിൽ ഇന്ന് രാത്രി, ഈ പാറമേക്കാവ് ദേവസ്വത്തിൻ്റെ പ്രമാണികളെ എല്ലാവരെയും പോലീസ് അറസ്റ്റ് ചെയ്തു. അന്ന് ശ്രീമതി സന്ധ്യയായിരുന്നു തൃശ്ശൂർ DIG എന്നാണ് എൻ്റെ ഓർമ്മ. SP അല്ല, DIG ആയിരുന്നു, അല്ലെങ്കിൽ IG ആയിരുന്നു. ഇവരുടെ നിർദ്ദേശാനുസരണമാണ് പോലീസുകാർ ഈ
പ്രമാണികളായിട്ടുള്ള പാറമേക്കാവ് പൂരാഘോഷ കമ്മിറ്റിക്കാരെ മുഴുവനും അറസ്റ്റ് ചെയ്തു. അവരെ ഒരു ജീപ്പിൽ കയറ്റിക്കൊണ്ട് തൃശ്ശൂർ പട്ടണത്തിന് പുറത്ത് എവിടെയൊക്കെയോ കറങ്ങി തിരിഞ്ഞ് നടന്നു എന്നാണ് കേൾവി, എനിക്കറിയില്ല. ഏതായാലും ഈ നേതാക്കന്മാരെ അറസ്റ്റ് ചെയ്ത സാഹചര്യത്തിൽ പൂരം നടക്കില്ല, പൂരം അലങ്കോലമാകും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അപ്പോൾ പാറമേക്കാവ് മുടക്കുകയാണെങ്കിൽ തിരുവമ്പാടി ഓട്ടോമാറ്റിക്കായിട്ട് മുടക്കും, പിന്നെ ചെറുപൂരങ്ങളും മുടക്കും. ചുരുക്കി പറഞ്ഞാൽ ഈ പൂരപ്പറമ്പ് ഏതാണ്ട് മരണവീട് പോലെയാവും. അന്ന് ശ്രീ ഉമ്മൻചാണ്ടിയാണ് മുഖ്യമന്ത്രി. തേറമ്പിൽ രാമകൃഷ്ണൻ നിയമസഭാംഗം മാത്രമല്ല സ്പീക്കറും കൂടിയാണ്. ഇത് പൂരം അലങ്കോലമായാൽ തെരഞ്ഞെടുപ്പ് കൊല്ലം കൂടിയാണ്. 2006 തെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പിന് മുമ്പ് ഇതുപോലൊരു സംഭവം ഉണ്ടായി കഴിഞ്ഞാൽ അതിൻ്റെ പ്രത്യാഘാതം തീർച്ചയായിട്ടും ഭയങ്കരമായിരിക്കും. ഏതായാലും തേറമ്പിൽ രാമകൃഷ്ണൻ കൃത്യമായിട്ട് ഇടപെടുകയും അത് ഉമ്മൻചാണ്ടിയെ വിളിച്ചു പറയും. ഉമ്മൻചാണ്ടി അദ്ദേഹത്തിൻ്റെ സവിശേഷ അധികാരം ഉപയോഗിച്ച് ഈ പോലീസ് പിടിച്ച ആളുകളൊക്കെ വിടാനായിട്ട് കൽപ്പിച്ചു. അങ്ങനെ പൂരത്തെ തേറമ്പിൽ രക്ഷിച്ചു. തേറമ്പിലിൻ്റെ പരിശ്രമഫലമായിട്ട് പൂരം രക്ഷപ്പെട്ടു, തേറമ്പിൽ രക്ഷപ്പെട്ടു. ആ തെരഞ്ഞെടുപ്പിൽ വലിയ LDF തരംഗമായിരുന്നു. പക്ഷേ അന്നും വിജയിച്ച ഒരാൾ തേറമ്പിൽ രാമകൃഷ്ണനായിരുന്നു. അപ്പോൾ ഇതൊക്കെ ഈ രാഷ്ട്രീയ നേതൃത്വത്തിന് ഇച്ഛാശക്തി ഉണ്ടെങ്കിൽ നിസ്സാരമായിട്ട് ചെയ്യാവുന്ന കാര്യമുള്ളൂ. അത് ചെയ്യില്ല. അവിടെയാണ് നമ്മുടെ പരാജയം സംഭവിക്കുന്നത്. എൻ്റെ അഭിപ്രായത്തിൽ ഈ അങ്കിത് അശോകൻ ഇങ്ങനെ പട്ടി ഷോ കാണിക്കുന്ന സമയത്ത് അയാളിങ്ങനെ വിളിച്ച് മാറ്റി നിർത്തി കരണക്കുറ്റിക്ക് ഒരു അടി ഒഴിച്ചു കൊടുക്കാൻ പറ്റാത്തതാണ് ഈ വീരശൂര പരാക്രമികളായ ഇടതുപക്ഷ നേതാക്കൾക്ക് പറ്റിയ ഏറ്റവും വലിയ അബദ്ധം. അത് ചെയ്യാൻ പറ്റാതെ തെരഞ്ഞെടുപ്പ് തോറ്റതിന് ശേഷം അവർ കാലുവാരി ഇവർ കാലുവാരി സുരേഷ് ഗോപി ആംബുലൻസിൽ വന്നു എന്നൊക്കെ പറഞ്ഞ് വിലപിക്കുന്നതിൽ യാതൊരു കഥയുമില്ല. ജനങ്ങളുടെ മുമ്പിൽ കൂടുതൽ പരിഹാസ്യരാകാം എന്നല്ലാണ്ട് ഇതുകൊണ്ട് യാതൊരു വിശേഷവും ഇല്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.